ചെക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് ഇപ്രാവശ്യം ആദ്യം പോയപ്പോൾ ഓട്ടായിരുന്നു. പക്ഷെ അതിൽ കിട്ടിയവരെയാണ് പിന്നെ ചെക്ക് ചെയ്യാൻ. അപ്പം നമ്മൾ ഗേൾസ് ഓടിയോടി നമ്മളെ റൗണ്ട് 11 ഓടിയിൽ 5 കഴിക്കുക. അതിൽ 3 മേജറും അക്കാഡമി പിള്ളേരായിരുന്നു. രണ്ടാമത് എറണാകുളത്തുള്ള ആളായിരുന്നു. പിന്നെ അത് അങ്ങനെ മൊത്തം സെക്കൻഡ് ഷിഫ്റ്റിൽ 9 കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനാണ്. എന്നിട്ട് റിട്ടേൺ എക്സാം. ഇതെല്ലാം കുറേ ടൈമിൽ ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ അച്ചടക്കത്തിൽ ഇങ്ങനെ ഇരുന്നു പറയുന്ന പോലെ കുറേ സമയം ഇരിക്കണം. വെയിലൊക്കെ നിൽക്കേണ്ടത് കുറേ സമയം നിന്ന് ഫുഡൊന്നും കഴിക്കാൻ വിടില്ല. വെള്ളം നമ്മളെന്തെങ്കിലും ഇങ്ങനെ അടിക്കുമ്പോഴേക്കും അവർക്ക് പോവാ. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ എക്സാം 1 മണിക്കൂറേ ടൈമുള്ളൂ. അത് പെട്ടെന്ന് കണ്ണിങ്ങനെ കൂട്ടി അടക്കുമ്പോഴേക്ക് പോകും. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കേണ്ട സമയം കൂടി ഉണ്ടാവില്ല. മാത്സ് ഒന്നും ചെയ്ത് നോക്കേണ്ട അത്ര ഇങ്ങനെ ഭയങ്കര ക്വിക്കായിട്ട് ചെയ്യുന്നവർക്ക് പെട്ടെന്ന്. അങ്ങനെ അത്ര വലിയ ടഫൊന്നുമല്ല ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞപ്പാട് വീണ്ടും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒന്നും കൂടി ചെയ്യും. എന്നിട്ടാകുമ്പോൾ മെഡിക്കലിലേക്ക് കൊണ്ടുപോകും. മെഡിക്കലിൽ ഇങ്ങനെ കുറേ സമയം അടിപ്പിക്കും. ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് വിളിക്കും. ഫുൾ കംപ്ലീറ്റ് ആയി നോക്കുന്നില്ല. ഫുൾ കംപ്ലീറ്റ്. ഫസ്റ്റ് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഫസ്റ്റ് നമ്മളെ ഹൈറ്റ് നോക്കും, പിന്നെ വെയിറ്റ് നോക്കും. എന്നിട്ടാകുമ്പോൾ നമ്മൾ BP ചെക്ക് ചെയ്യും, ഹേർട്ട് ബീറ്റ് ചെക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടും പിന്നെ ഗേൾസും ബോയ്സും ഒരു റൂമിൽ തന്നെ വേറെ വേറെ ആയിരിക്കും ചെക്ക് ചെയ്യും. പിന്നെ ഗേൾസിന് പ്രത്യേകിച്ച് വേറെ മുറിയുണ്ട്, വേറെ ചെക്ക് ചെയ്യാം. അതുപോലെ ബോയ്സിനും ജസ്റ്റ് ഇങ്ങനെ ഷീറ്റെല്ലാം കെട്ടിയിട്ട് എന്നാലും പുറത്തുനിന്ന് നിങ്ങളെ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്യും, പല്ല്, ചെവി, ഇയർ വാക്സിൻ. നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഇയർ വാക്സിൻ ഈ റാലി ഡിക്ലെയർ ചെയ്താൽ തന്നെ നേരത്തെ ചെയ്തു. കുറേ പേര് അതിന്റെ പേരിൽ റീമെഡിക്കൽ വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത റീമെഡിക്കൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നില്ല. അത് പറയുമ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞു അത് നമുക്ക് നേരത്തെ ചെയ്ത് നോക്കാം. പല്ലും ക്ലീൻ ചെയ്ത് വെക്കാം. വായ തുറന്ന് നോക്കുമ്പോൾ കുറേ ബ്ലാക്കും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമില്ല. റീമെഡിക്കൽ വരും. പിന്നെ ആദ്യം ബസ്സിന് കാശ് മുടക്കി ഫോണാക്കും. ചെവി ക്ലീൻ ചെയ്യുന്ന അതിന് ഓരോ തവണയും പറയണ്ട. റാലി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ചെവി ക്ലീൻ ചെയ്യുക, പല്ലും ചെയ്യും. ഓക്കെ. ഗേൾസിൻ്റെ കാര്യം വെച്ചാൽ നമ്മളെ ഇവിടെ കൊണ്ടുപോയിട്ട് സ്കാനിങ് ആണ്, അൾട്രാസൗണ്ട്, പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ഫുള്ളായിട്ട് ഊരിച്ചിട്ട് സ്പോട്ട് എന്തെങ്കിലും ബ്ലാക്ക് സ്പോട്ട് അങ്ങനെയുള്ളവർക്കെല്ലാം റീമെഡിക്കലായിരിക്കും. സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നമുണ്ടത്, സർജറീൻ്റെ പാടുകൾ എല്ലാത്തിനും റീമെഡിക്കലായിരിക്കും. കംപ്ലീറ്റ്. പിന്നെ ബോയ്സിനും അതേപോലെ ഓടിക്കെന്തെങ്കിലും ഇതിന് കൈ ഇങ്ങനെ ഒരു വളവ് അത് ഇതില് സാർ ഇതേമാതിരിയാണ്. പുറത്ത് ചെറിയ ചെറിയ കുരുവരും മറ്റേ ചൂടുകുരുവിനെക്കാട്ടി കുറച്ചും കൂടി വലിയ വരും. അതുകൊണ്ട് അവന് റീമെഡിക്കണം. അത് വേറെ മറ്റേ ഇൻഫെക്ഷൻസ് അല്ലാന്ന് കഴിഞ്ഞാൽ സെലക്ട് ആവും. അല്ല അത് നോക്കിയിട്ട് മറ്റൊന്നും പോകാമെന്ന് റിജക്ട് അതേപോലെ പാല് പിന്നെ മൂക്കിന്റെ ബെഞ്ച് അത് ഒരു 90% ആക്കും. മൂക്കിന് ചെറിയ ബെൻഡാണ്. അതിൻ്റെ ഒരു ഡെപ്ത് എത്രയുണ്ട് നോക്കും. ഭയങ്കരമായ ബെൻഡാണെങ്കിൽ പിന്നെ അത് സർജറി ചെയ്യുക. അത് പിന്നെ അല്ലാത്ത കേസെല്ലാം തിരിച്ച് വരുന്നു. ഇത്തവണ മാക്സിമം ആക്ക് റീമെഡിക്കൽ. മൂക്കിന്റെ പാലം സിമ്പിൾ സർജറിയാണ്. ഒന്നുമില്ല. നിങ്ങൾ ഇന്ന് പോയാൽ ഇന്നെ ചെയ്ത് ഇന്നെ തിരിച്ചു വരാൻ പറ്റുന്ന സർജറിയാണ്. ഓക്കെ, വലിയൊരു സർജറി ഒന്നുമല്ല. പക്ഷെ അത് അവർക്കെന്ന് പറഞ്ഞാൽ അവരെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കുട്ടികളെ